ഹലോ ഗൈസ്, ACCA പ്രൊഫഷണൽ ലെവൽ പേപ്പറിൽ സ്റ്റുഡൻസ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു പേപ്പറാണ് SBR, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. അപ്പോൾ എന്നോട് പല സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഇപ്പോൾ സാർ ഞാൻ എക്സാംറ്റഡ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ പറയാറുണ്ട് ഞാൻ FR കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് വർഷം മുമ്പാണ് FR പഠിച്ചത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് SBR ക്ലിയർ ചെയ്യാൻ പറ്റുമോ? സോ മൈ ക്വസ്റ്റ്യൻ ഈസ് യെസ്. ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് SBR ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഫസ്റ്റ്. എൻ്റെ പേര് സുഹൈൽ, ഒരു ACC ക്വാളിഫൈഡ് ആണ്. സോ ഞാൻ FR, SBR, AA, ഇതിൻ്റെ ഫാക്കൽറ്റിയാണ്. ആൻഡ് ഓൾസോ ഓൾമോസ്റ്റ് 7 years ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ഇൻക്ലൂഡിങ് ടീച്ചിങ്. ഓക്കെ, സോ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഈ പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷന്, അതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ എക്സാം ഫോർമാറ്റ്, കോമൺ മിസ്റ്റേക്സ് ഡൺ ബൈ ദ സ്റ്റുഡൻസ്, അതുപോലെ ഇഫക്റ്റീവ് എക്സാം സ്ട്രാറ്റജി, എങ്ങനെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് SBRൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു SBR നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു കമ്പനിയിൽ ജോബിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ റോൾ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി SBR അല്ല ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ബേസിക് പേപ്പേഴ്സ് ഉണ്ട്. ബേസിക്കലി SBR ഇസ് ബേസിക്കലി അക്കൗണ്ടിങ് ആണ്, അല്ലേ? സോ അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് 3 പേപ്പറാണ് ACCയിൽ ഉള്ളത്, അല്ലേ? ഒന്ന് FA ആണ്, ദെൻ അതിൻ്റെ അഡ്വാൻസ് ആണ് FR, പിന്നെ അതിൻ്റെ അഡ്വാൻസ് ആണ് SBR. ഇങ്ങനെ 3 പേപ്പേഴ്സാണ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ACCയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കരിയർ ഉണ്ടാവുക. സോ അതിൻ്റെ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കും, ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടൻറ്റ്, സീനിയർ അക്കൗണ്ടൻറ്റ്, ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റ്, അങ്ങനെ പോയി എന്ത് ചെയ്യും? കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇങ്ങനെയാണ് ആ ഒരു സൈക്കിൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ FA പഠിച്ചിരുന്നല്ലേ? അപ്പോൾ FA പേപ്പറിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ BRS, പിന്നെ ഇൻവോയ്സ് പ്രോസസ്സ് ചെയ്യുക, മെയിൻറ്റെയിനിങ് ലെഡ്ജേഴ്സ്, ഇതൊക്കെയാണ് ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മൾ FAയിൽ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ FR പഠിച്ചു, അല്ലേ? സത്യം പറഞ്ഞാൽ FR പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് പഠിപ്പിച്ചിട്ടുണ്ടാവും, പഠിച്ചോ അല്ലേ നമുക്കറിയില്ല, അല്ലേ? വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അടുത്തൊരു പേപ്പറാണ് FR. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആവണം, അല്ലെങ്കിൽ സീനിയർ അക്കൗണ്ടൻ്റ് ഒക്കെ ആവണമെങ്കിൽ നമുക്ക് എന്താണ്? FR നോളജ് വേണം. FR നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മൾ എങ്ങനെ FS പ്രിപ്പയർ ചെയ്യാം, പിന്നെ FS അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, എങ്ങനെ IFRS അപ്ലൈ ചെയ്യാം, പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും സീനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കും. ഇതാണ് ഒരു FR ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് നിങ്ങൾ SBR പഠിക്കുന്നു. അപ്പോൾ SBR കൊണ്ട് നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? സോ SBR പോലത്തെ പേപ്പേഴ്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് അക്കൗണ്ടൻ്റ് ഒക്കെ ആകാൻ പറ്റുള്ളൂ. ഒരു മേജർ കമ്പനിയുടെ ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റ്, ഫിനാൻസ് മാനേജർ, ഫിനാൻഷ്യൽ കൺട്രോളർ, CFO, ഈ ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? SBR നോളജ് വേണം. SBR നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ബേസിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? കമ്പനി എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യണം. സോ ഒരു ട്രാൻസാക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അപ്ലൈ ചെയ്യേണ്ടത്? ബിക്കോസ് നമ്മൾ ഒരുപാട് ഏകദേശം ഒരു 23-25 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് SBRൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നവരായിരിക്കും ഈ ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺട്രോളൊക്കെ ആയിരിക്കും. അതുപോലെ എത്തിക്കൽ ഇഷ്യൂസ് ഡീൽ ചെയ്യുക, റിവ്യൂയിങ് FS റിവ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ CFO ഒക്കെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? FS പ്രിപ്പയർ ചെയ്യുന്ന പണിയാണ് ആർക്കുള്ളത്? നമ്മുടെ സീനിയർ അക്കൗണ്ടൻറ്റിന് ഉണ്ടാവാം. അത് FR നോളജാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലെവലുള്ളത്. അപ്പോൾ കറക്റ്റ് ഒരു ജോബിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ പേപ്പറും സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പൊസിഷനിലേക്കൊക്കെ എത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് SBR നോളജ് വേണം. അതേ സമയത്ത് ഈ ഒരു നോളജ് ഈ ഒരു ലെവലിലാണെങ്കിൽ നമുക്ക് FR മതി. ബാക്കി ജൂനിയർ അക്കൗണ്ടൻറ്റ് ലെവലാണെങ്കിൽ FA മതി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മൾ P ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എങ്ങനെ ഡിഫറൻസ് ഉണ്ടാവാൻ നമുക്ക് നോക്കാം. സോ അസ്യൂം ദാറ്റ് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളൊരു ഫുട്ബോൾ ക്ലബ്ബിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോ. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്കത് കുറച്ച് ട്രിക്കി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലബിൻ്റെ കേസ് എടുത്തത്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ FCB എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലെയറിനെ മേടിച്ചിട്ടുണ്ട് 10 million.
10 million ആണ് ആ പ്ലെയർക്ക് നമ്മൾ കൊടുത്ത ഫീസ് എന്ന് പറയുന്നത്. കോൺട്രാക്ട് സൈൻ ചെയ്തു. ആ കോൺട്രാക്ട് 2 ഇയേഴ്സിനാണ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ FSനകത്ത് റെക്കോർഡ് ചെയ്യുക? ഏത് സ്റ്റാൻഡേർഡ് നമ്മൾ അപ്ലൈ ചെയ്യണം? അപ്പോൾ SBR ലെവലിലാണെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അഡ്വൈസ് ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇത്ര ചോദിക്കുള്ളൂ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാം. ഇതാണ് ഒരു ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞു, ഒരു 25-26 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഏകദേശം 25 സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഇവിടെ അപ്ലിക്കബിൾ ആവുന്നത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അത് ക്വസ്റ്റ്യനിൽ പറയില്ല ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അത്രയും നമ്മൾ പഠിക്കുന്ന എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ നോളജ് നമുക്ക് വേണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്ത്? ആസ് പെർ IAS 38 ഇവിടെ നമ്മൾ ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, ഈ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓക്കെ അല്ലേ? ബിക്കോസ് ആ ഒരു കോൺട്രാക്ട് കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു പ്ലെയർ 2 ഇയേഴ്സിന് നമ്മൾ ക്ലബിന് വേണ്ടിയിട്ട് കളിക്കും. സോ നമുക്കൊരു റൈറ്റ് അല്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ആൻഡ് എന്ത് ചെയ്യണം? അമോർട്ടൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് അമോർട്ടൈസേഷൻ കോസ്റ്റ് വിൽ ബി 5 million per annum. ഇങ്ങനെയാണ് നമ്മൾ SBRൽ ആൻസർ ചെയ്യുക. ഒരു സിമ്പിൾ ഐഡിയ ഞാൻ പറയുന്നത് കേട്ടോ. ആ സമയത്ത് FRൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു? FRൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ബുദ്ധിമുട്ടിട്ടായി ചെയ്തത് അല്ലേ? FRൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ സിമ്പിളാണ്. ഓക്കെ, FRൽ പറയും എന്ത്? കാൽക്കുലേറ്റ് ദി അമോർട്ടൈസേഷൻ കോസ്റ്റ് ആസ് പെർ IAS 38. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും. ഇപ്പോൾ FRൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് പറയും, നിങ്ങൾ IAS 38 ആണ് അപ്ലൈ ചെയ്യേണ്ടത്, അമോർട്ടൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അമോർട്ടൈസേഷൻ മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാ? 5 million. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് FR ലെവൽ ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേപോലെ നമുക്ക് FRൻ്റെയും SBRൻ്റെയും ഒരു പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യാം. സോ ഗൈസ്, ഇത് FRൻ്റെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. FRൻ്റെ ഒരു കൺസോളിഡേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ കൺസോൾട്ടേഷൻ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദെൻ റിക്വയർമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താ? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര മാർക്കാണ്? 6 marks. ദെൻ കൺസോൾട്ടേറ്റഡ് SOPയിൽ പ്രിപ്പയർ ചെയ്യണം, 12 marks. ഓക്കെ, പിന്നെ ഒരു റിക്വയർമെൻറ്റ് കൂടി ഉണ്ട്, 18 marksലായിട്ടുള്ളൂ. ദെൻ അടുത്ത റിക്വയർമെൻറ്റ്, എക്സ്പ്ലെയിൻ ഹൗ ദ കാൽക്കുലേഷൻ ആൻഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് സബ്സിക്വൻറ്റ് ഇമ്പയർമെൻറ്റ്. ഓഫ് ഇമ്പയർമെൻറ്റ് ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിന് 2 marks ആയിരിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെ 20 marksൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് കൺസോൾട്ടേഷൻ എന്ന് ചോദിച്ചത്. അപ്പോൾ മനസ്സിലാക്കുക, ഏകദേശം 20 മാർക്കിൽ 18 മാർക്ക് എന്താണ്? കാൽക്കുലേഷൻ ആണ് അല്ലേ? ശ്രദ്ധിക്കണേ, ഔട്ട് ഓഫ് 20 marks ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 marks, SOPയിൽ പ്രിപ്പയർ ചെയ്യാനും അനദർ കാൽക്കുലേഷൻ ആണ്. അങ്ങനെ 18 മാർക്ക്. 20 മാർക്കിൽ 18 മാർക്ക് എന്താണ്? കാൽക്കുലേഷൻ ആണ്. ഇതാണ് FRൻ്റെ റിക്വയർമെൻറ്റ്. ഇനി SBRലേക്ക് വരുമ്പോൾ SBRൻ്റെ കൺസോൾട്ടേഷൻ ക്വസ്റ്റ്യൻ ആണിത്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് എക്സിബിറ്റ്സ് തന്നിട്ടുണ്ട്. 4 എക്സിബിറ്റ്സ് തന്നിട്ടുണ്ട്. ഈ എക്സിബിറ്റ്സ് ആണ് നമ്മുടെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എക്സിബിറ്റ്സ് ഓപ്പൺ ചെയ്യാം. കണ്ടോ? അക്വസിഷനെ പറ്റിയൊരു എക്സിബിറ്റ്സ് പറയുന്നുണ്ട്. ഇത് അക്വസിഷനെ പറ്റിയിട്ട് പറയുന്ന എക്സിബിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിഗാർഡിങ് ഒരു ഡിവിഷൻ ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സിബിറ്റ് ആണ്. ദെൻ ഡിസ്പോസലിനെ പറ്റിയിട്ടുള്ള ഒരു എക്സിബിറ്റ് ആണ്. ഒരു കമ്പനി ഒരു ഡിസ്പോസൽ ചെയ്യുന്നുണ്ട്. എവിടെയാ ഡിസ്പോസൽ? ഡിസ്പോസലിനെ പറ്റിയുള്ള എക്സിബിറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഒരു ഡ്രാഫ്റ്റ് SOFP തന്നിട്ടുണ്ട്. കണ്ടോ? ഇതൊരു കൺസോൾട്ടേറ്റഡ് SOFP ആണ്. ഇത് ഓൾറെഡി അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ? ഒരു SOFP ഒരു ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? എളുപ്പമാണ്, അവർ ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കൺസോൾട്ടേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ SBRൽ ആക്ച്വലി 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ റിക്വയർമെൻറ്റ് നോക്കിയേ, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. 3 മാർക്കിന് കാൽക്കുലേഷൻ 3 മാർക്കാണ്. ഓക്കെ, ഇവിടെ 3 മാർക്കിന് കാൽക്കുലേഷൻ ചോദിച്ചിട്ടുണ്ട്. ബാക്കി എന്താ? രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ? എക്സ്പ്ലെയിൻ.
അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? എന്താ പറയുക, രണ്ടാമത്തെ റിക്വയർമെൻറ്റ് പറയുന്നത് കൺസിഡർ വെദർ ദ അസറ്റ്സ് ഓഫ് Z ഡിവിഷൻ ഷുഡ് ബി ഡീക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ ഡ്യൂറിംഗ് ദി ഇയർ എൻഡ്. അപ്പോൾ നമ്മൾ അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് റീക്ലാസിഫൈ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നത്. അഗെയിൻ ഇത് ഡിസ്കഷൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, കാൽക്കുലേഷൻ അല്ല. അനദർ വൺ ഈസ് ഡിസ്കസ്, നമ്മൾ ഇമ്പയർമെൻറ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാൽക്കുലേഷൻ വേണ്ട എന്ന് പറയുന്നുണ്ട് അല്ലേ, കാൽക്കുലേഷൻ വേണ്ട. ദെൻ അവർ പിന്നെ ലാസ്റ്റ് റിക്വയർമെൻറ്റ് നോക്കിയേ, യൂസിങ് എക്സിബിറ്റ് 3 ആൻഡ് ദ പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ആ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ദി ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ACCA എക്സാമിനറുടെ ഒരു ട്രിക്ക് മനസ്സിലാക്കാം, അവരുടെ എന്താ പറയുക സ്ട്രാറ്റജി മനസ്സിലാക്കാം. അവർ ഓൾറെഡി ഒരു ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റഡ് SOFP പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറയുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്യണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സൽ ഉണ്ടല്ലോ, ഈ എക്സൽ എന്ത് ചെയ്യണം, നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടേ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ എക്സലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി നോക്കിയേ, നമ്മളിതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലാക്കാം, FR നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൃത്യമായിട്ടുള്ള വർക്കിംഗ് നോട്ട്സ് ഉണ്ട്, ആ വർക്കിംഗ് നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് കിട്ടും. ഇവിടെ എന്തില്ല, നമ്മൾ ഇവർ ചോദിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിന് അനുസരിച്ചിട്ടുള്ള വർക്കിംഗ് നോട്ട് മാത്രം ചെയ്താൽ മതി. ചിലപ്പോൾ ഗുഡ് വിൽ ആയിരിക്കാം, ചിലപ്പോൾ അക്വസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഡിസ്പോസൽ ആയിരിക്കാം. ആൻഡ് കൺസോൾട്ടേഷൻ അത്രയും പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആൻഡ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ആസ് എ SBR അല്ലെങ്കിൽ ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റ്, ഒരു ഗ്രൂപ്പ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നമ്മുടെ ജോലി FS പ്രിപ്പയർ ചെയ്യലല്ല. FS ആര് പ്രിപ്പയർ ചെയ്യും, നമ്മുടെ സീനിയർ അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യും. അത് നമുക്ക് തരും ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം, അത് റിവ്യൂ ചെയ്യുക, അത് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് ഗ്രൂപ്പ് അക്കൗണ്ടൻറ്റിൻ്റെ ജോലി. ആ സെയിം കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SBRൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാം ഈ ഇത്രയും എന്താ പറയുക കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ട്രെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി എ ട്രെയിനിങ്, ഇതൊരു ട്രെയിനിങ് ആണ്. എങ്ങനെ ഒരു ഗ്രൂപ്പ് അക്കൗണ്ടൻ്റ് ആവാം, അല്ലെങ്കിൽ എങ്ങനെ ഫ്യൂച്ചറിൽ CFO ആവാം എന്നുള്ളൊരു ട്രെയിനിങ് ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ SBR പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ടഫായിരിക്കും, പക്ഷേ എത്രത്തോളം നമ്മൾ ടഫ് എടുക്കുന്നു, എത്രത്തോളം നമ്മൾ ഈ ഒരു ചാലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ സോൾവ് ചെയ്യുന്നു, അത്രയും സ്കിൽ നോളജ് എന്ത് ചെയ്യും, ഡെവലപ്പ് ആവും. ഓക്കെ അല്ലേ? ദെൻ എന്താണ് SBRൽ നമുക്ക് വരുന്ന സിലബസ്? സോ നമുക്ക് 4 സിലബസാണ് ഉള്ളത്. ഒന്ന് എത്തിക്സ്, ഇത് നമുക്ക് FRൽ ഇല്ല കേട്ടോ, എത്തിക്സ് നമുക്ക് FRൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓൾമോസ്റ്റ് 60% ഓഫ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ FRൽ പഠിച്ചതാണ്. ബട്ട് ഡോണ്ട് വരി, എൻ്റെ ക്ലാസ്സിൽ ഞാൻ നമുക്ക് FRലുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ FRും SBRും ഒരുമിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, FR പഠിക്കാത്ത സ്റ്റുഡൻറ്റിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, SBR ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് എൻറ്റിറ്റി FS ഉണ്ട്, നമ്മുടെ കൺസോളിഡേഷൻ അല്ലേ, ദെൻ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് FS ഉണ്ട്, അതുപോലെ കറണ്ട് ഇഷ്യൂസ്, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പുതുതായിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്സ്, ചേഞ്ചസ്, ഇതാണ് കറണ്ട് ഇഷ്യൂസിൽ പഠിക്കാനുള്ളത്. ഇങ്ങനെ 5 ടോപ്പിക്സ് ആണ് നമുക്ക് സിലബസിലുള്ളത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ? നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി എക്സാം ഫോർമാറ്റ്. എന്താണ് എക്സാം ഫോർമാറ്റ് നമുക്ക് മനസ്സിലാക്കുക. SBR പേപ്പറിൽ നമുക്ക് 2 സെക്ഷൻസാണ് ഉള്ളത്, സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. സെക്ഷൻ Aയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ one question will be for 30 marks and the other question will be for 20 marks. ആൻഡ് ഇവിടെ ACCA പറയുന്നത്, ACCA നമുക്ക് ഉറപ്പ് തരുവാണ്, എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഗ്രൂപ്പ് എൻറ്റിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഇതിൽ മെജോറിറ്റി മാർക്ക് എന്തായിരിക്കും, ഗ്രൂപ്പ് എൻറ്റിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, കൺസോളിഡേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഈ 30 മാർക്കിൽ മെജോറിറ്റി മാർക്ക് കാൽക്കുലേഷൻ ആയിരിക്കുമോ? അല്ല, അവിടെ നിങ്ങൾക്ക് തെറ്റി. അത് FRൽ, കാൽക്കുലേഷൻ അങ്ങ് FRൽ. ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കാൽക്കുലേഷനിൽ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം, അതല്ലേ നമ്മുടെ ഡ്യൂട്ടി അല്ലേ. അപ്പോൾ
ഔട്ട് ഓഫ് 30 മാർക്സ് മാക്സിമം 10 മാർക്സ് ആണ് എന്തുണ്ടാവുക, കാൽക്കുലേഷൻസ് ഉണ്ടാവുക. ബാക്കി 20 മാർക്സ് എന്തായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ 2 20 മാർക്സ് ആണ്. ഇതും ACCA പറയുന്നത് ഈ ക്വസ്റ്റ്യൻ 2 വിൽ ബി ടെസ്റ്റഡ് ഫ്രം എത്തിക്സ്. എത്തിക്സിൽ നിന്ന് ഓൾമോസ്റ്റ് 7 to 10 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഔട്ട് ഓഫ് 20 മാക്സിമം 10 മാർക്സ് വരെ എന്തായിരിക്കും, എത്തിക്സ് ആയിരിക്കും. ബാക്കി 10 മാർക്സ് വിൽ ബി ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓർ കറണ്ട് ഇഷ്യൂസ് ഓർ ഫ്രം എനി ടോപ്പിക്സ്. ഓക്കെ. ദെൻ സെക്ഷൻ ബിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്, 25 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെന്ത് ചെയ്യാം, ഏത് സിലബസ് ഏരിയ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നമുക്കിവിടെ നമ്മുടെ പേപ്പറിന്, നമ്മുടെ ലെവലിൻ്റെ പേര് നമുക്കറിയാം പ്രൊഫഷണൽ പേപ്പറാണ്. അപ്പോൾ പ്രൊഫഷണൽ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, പ്രൊഫഷണൽ മാർക്സ് ഉണ്ട്. സോ പ്രൊഫഷണൽ മാർക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റുകൾ, സ്ട്രക്ചേഴ്സ്, ക്ലാരിറ്റി, നമ്മുടെ എക്സ്പ്ലനേഷൻസിൻ്റെ ക്ലാരിറ്റി, ഇതിനൊക്കെ നമുക്ക് എന്തുണ്ട്, ഒരു ഗ്രേസ് മാർക്ക് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണൽ മാർക്സ് ഉണ്ട്. സോ പ്രൊഫഷണൽ മാർക്സ് ഉള്ളത് ക്വസ്റ്റ്യൻ 2ൻ്റെയും ക്വസ്റ്റ്യൻ 4ൻ്റെയും കൂടെ ആയിരിക്കും എന്തുണ്ടാവുക, പ്രൊഫഷണൽ മാർക്സ് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ 2ൻ്റെ കൂടെ 2 മാർക്ക് പ്രൊഫഷണൽ ആയിരിക്കും. അതുപോലെ ക്വസ്റ്റ്യൻ 4ൻ്റെ കൂടെയും 2 മാർക്സ് എന്തായിരിക്കും, പ്രൊഫഷണൽ മാർക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 100 മാർക്സ്, 100 മാർക്സിൻ്റെ എക്സാം ആണല്ലോ, 100 മാർക്സിൻ്റെ എക്സാമിൽ 96 മാർക്സ് എന്തുണ്ടാവുള്ളൂ, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി 4 മാർക്സ് എന്താണ്, പ്രൊഫഷണൽ മാർക്സ് ആണ്. ഈ പ്രൊഫഷണൽ മാർക്സ് എവിടെ ഉണ്ടാവുക, ക്വസ്റ്റ്യൻ 2ൻ്റെയും 4ൻ്റെയും കൂടിയാണ്. ഈ പ്രൊഫഷണൽ മാർക്സ് എന്തിനാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഫഷണലിസം, നമ്മൾ ഫോർമാറ്റ്, ഇപ്പോൾ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോർമാറ്റ് ചെയ്യാം, കൃത്യമായിട്ട് ഹെഡിങ് കൊടുത്ത് പാരഗ്രാഫ് ആക്കി തിരിച്ചിട്ട് നമ്മൾ എഴുതുക. ആ ഒരു പ്രൊഫഷണലിസത്തിനാണ് എന്ത് ചെയ്യുക, നമുക്ക് മാർക്ക് കിട്ടുക. ഓക്കെ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടേണ്ടതുണ്ട്. ഓക്കെ. ആൻഡ് നമുക്കറിയാം എക്സാം ടൈം ഈസ് ആക്ച്വലി 3 hours 15 minutes. 3 hours 15 minutes ആണ് എക്സാം ടൈം കേട്ടോ. ആൻഡ് നമുക്കറിയാം മാക്സിമം മാർക്സ് 100 ആണ്. മാക്സിമം നിങ്ങൾക്ക് 100 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ ബിഗർ ഡിസഡ്വാൻറ്റേജ്. ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ പേപ്പറിൻ്റെ. മാക്സിമം 100 വരെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ദെൻ പാസ് മാർക്ക് എത്രയാണ്, 50. ദാറ്റ് മീൻസ് 49 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഫെയിലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ? നൗ ഓൾസോ വൺ മോർ തിങ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തത്, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. സോ അത് ഞാൻ 1 by 1 എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചോദിക്കുന്നുണ്ടാവുക, ലൈക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേപ്പർ ഫസ്റ്റ് എടുക്കേണ്ടതെന്ന് ചോദിക്കും. എല്ലാവരും എന്തുകൊണ്ടാണ് SBR ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നത്? കാരണം എന്താ, ഈ ഒരു പേപ്പർ ആക്ച്വലി കമ്പാരിറ്റീവ്ലി പഠിക്കാൻ ഈസിയാണ്. ഐ മീൻ എക്സാംസ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, പാസ്സാവാൻ എളുപ്പമാണ്. പക്ഷേ സിലബസ് ഈസിയാണോ? അല്ല, സിലബസ് വാസ്റ്റാണ്. സിലബസ് ഇസ് വെരി വാസ്റ്റ്. പക്ഷെ എന്താണ്, പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പാസ്സാകാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പേപ്പർ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞു, സിലബസ് ഈസി ആണോ? സിലബസ് ഈസി അല്ല, സിലബസ് വാസ്റ്റ് ആണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. നമുക്കറിയാം SBR എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് മെയിൻലി ഉള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ FS പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആണ്. ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ആ റൂൾസ് നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം, അത് റൂളാണ്. നമുക്ക് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല, ചെയ്തേ പറ്റുള്ളൂ. അതേപോലെ FS പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് IAS IFRS ഫോളോ ചെയ്യണം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക, അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ മനസ്സിൽ, ഞാൻ എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ FR കുറേ മുമ്പ് ചെയ്തതാണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ പേപ്പർ? യെസ്, നിങ്ങൾക്ക് ഈ പേപ്പർ ചെയ്യാൻ പറ്റും, SBR ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പേപ്പർ. അപ്പോൾ പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ നല്ലൊരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SBR ക്ലിയർ ചെയ്യാൻ പറ്റും ഫോർ ഷുവർ. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ പ്രിപ്പറേഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഡെയിലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രിപ്പയർ ചെയ്യുക. ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി പ്രിപ്പയർ ചെയ്യണം. സോ പഠിക്കുക എന്നുള്ളത് പലവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഈവൻ എനിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ വേറെ വഴിയില്ല, പഠിക്കണമെങ്കിൽ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. സോ ഒരു മോട്ടിവേഷൻ സെറ്റ് ചെയ്യുക, എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം, എനിക്ക് ഇത് ACCA കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം, എനിക്ക് എന്താണ് നിങ്ങളുടെ മോട്ടിവേഷൻ, അത് അച്ചീവ് ചെയ്യാം. സോ ഒരു ചെറിയൊരു കാര്യം പറയാം. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഭയങ്കര മടിയാണ്, ഭയങ്കര വീക്കുമാണ്, അവൻ പഠിക്കുന്നില്ല, അതുകൊണ്ട് വളരെ വീക്കാണ്.
അപ്പോൾ ഞാൻ അവനെ കുറേ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. ഞാൻ പറഞ്ഞു നിൻ്റെ പേരൻസ് പൈസ കൊടുക്കുന്നില്ലടാ, നീ അതിന് ഈ ഒരു വാല്യൂ ഫോർ മണി വേണ്ടേ, നിങ്ങൾ പഠിക്കണ്ടേ, നീ അങ്ങനെ കുറേ പറഞ്ഞു. അവന് ഒരു ചേഞ്ചും ഇല്ല. അപ്പം ഞാനിങ്ങനെ അവനോട് സംസാരിച്ച് കുറച്ച് ദിവസമൊക്കെ സംസാരിച്ച് അങ്ങനെ ഇതായപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് റിലേഷനൊക്കെ ഉണ്ടോടാ ചോദിച്ചു. അപ്പം പറഞ്ഞു സാർ റിലേഷൻ ഉണ്ടായിരുന്നു, അത് സ്റ്റോപ്പായി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഇത് വെച്ചിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്താലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നീ SBR ക്ലിയർ ചെയ്യടാ. അപ്പോൾ SBR ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായാലും പോസ്റ്റേഴ്സ് വാട്സപ്പ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും മെസ്സേജ് വരും, അവളെന്തായാലും മെസ്സേജ് അയക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ പാരൻസ് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവന് എന്താ പറയുക മോട്ടിവേഷൻ കയറിയില്ല. പക്ഷെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവന് മോട്ടിവേറ്റഡ് ആയി. ആഹാ അങ്ങനെയാണോ, എന്നാൽ പഠിക്കാമെന്ന്. സോ ഞാൻ പറഞ്ഞു വരുന്നത് വാട്ട് എവർ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൈൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ മറ്റേ കാര്യം ഉള്ള കാര്യം കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ SBR നമ്മളെന്താ പഠിക്കുന്നത് പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് റൂൾസ് ആണ്. ആ റൂൾസ് പഠിക്കണം. ആ റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിനാരിയോയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സ്ലൈഡിൻ്റെ അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്ങനെ പ്രിപ്പയർ എന്ന് പറയണം, ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ എക്സാംസ് ഹാർഡാണോ, ഇതും ഞാൻ അവസാനം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പേപ്പറിൻ്റെ പാസ് റേറ്റ്സ് ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ വേറെ സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ്, എക്സാംസിൻ്റെ 2 വീക്സ് മുമ്പ് പ്രിപ്പയർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ 1 മന്ത് മുമ്പ് പ്രിപ്പയർ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് പ്രിപ്പയർ ചെയ്താൽ മതി ചോദിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നു നോ, അത് മതിയാവില്ല. ഓക്കെ, ബിക്കോസ് നമ്മുടെ പ്രിപ്പറേഷൻസിൽ ഒരുപാട് ഫേസസ് ഉണ്ട്. 4 ഫേസ് വരുന്നുണ്ട് നമ്മുടെ പ്രിപ്പറേഷൻസിൽ. ആ ഒരു ഫേസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുക, എക്സാം റെഡി ആവുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആൻഡ് അടുത്തൊരു ക്വറിയാണ്, ഇത് പേപ്പർ ബേസ്ഡ് എക്സാംസ് ആണോ CB എക്സാംസ് ആണോ. നമുക്കറിയാം ACCA പേപ്പേഴ്സ് എല്ലാം എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. വേർഡ് പ്രോസസ്സർ, അതുപോലെ എക്സലിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിൽ എക്സ്പേർട്ട് ആയിരിക്കണം. ടൈപ്പിംഗ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലൊക്കെ ട്രെയിനിങ് എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ എക്സാം ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, 3 hours 15 minutes ആണ് എക്സാം ടൈം ഉണ്ടാവുക. ദെൻ അടുത്തൊരു ക്വറിയാണ് എക്സാം ഡേറ്റ്, ഫീസ്, എക്സാം എൻട്രി, ദെൻ പാസ് റേറ്റ്സ്. ഇതിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ ഒരു ബ്യൂട്ടിയാണിത്. ഇത് എല്ലാ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഇല്ലാത്തൊരു കാര്യമാണ്. എന്താ വെച്ചാൽ എക്സാം ഡേറ്റ്സ് ആയിക്കോട്ടെ, ഫീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു മിനിമം ഒരു 6 month അഡ്വാൻസ് എന്ത് ചെയ്യും, ACCA പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ACCA അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഗൂഗിളിൽ പോവുക, ACCA SBR എക്സാം ഡേറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡേറ്റ്സ് കിട്ടും. സോ നമ്മുടെ ജൂൺ എക്സാംസ് ആണെങ്കിൽ, June 26 എക്സാംസ് ആണെങ്കിൽ നമ്മുടെ SBRൻ്റെ എക്സാം വരുന്നത് 4th of June ഇത് നേരത്തെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഫീസ് നമുക്ക് എന്ത് ചെയ്യാം, ACCA SBR എക്സാം ഫീസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് കിട്ടും. ഫീസ് വരുന്നത് £185 ആണ്. ഓക്കെ, ആൻഡ് ഗൂഗിളിൽ പോയിട്ട് 1 = 185 GBP ഇൻറ്റു INR എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ റേറ്റ് കിട്ടും. എത്രയാണ്? വെറും 22,685. പ്ലസ് നമുക്ക് ബാങ്ക് ചാർജ്, പിന്നെ ഗവൺമെൻറ് രക്ഷപ്പെടാൻ വേണ്ടി GST ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട് നന്മയ്ക്ക് വേണ്ടിയിട്ട് GST ഇതിൻ്റെ മുകളിൽ അടക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24,000 അടുത്തൊക്കെ വരും, 24-25 ഒക്കെ വരും ഓൾമോസ്റ്റ്. ആൻഡ് മാക്സിമം ബാങ്ക് ചാർജസ് ഇല്ലാത്ത ആ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഏകദേശം ഇത്ര പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ 2,000-3,000 ഒക്കെ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ദെൻ പാസ് റേറ്റ്സ് നോക്കാം. പാസ് റേറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ACCA SBR എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, നിങ്ങൾ ഏത് പ്രൊഫഷണൽ ബോഡിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയോ, CA ആയിക്കോട്ടെ, CP ആയിക്കോട്ടെ, ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വെബ്സൈറ്റ് ഏതൊരു പ്രൊഫഷണൽ ബോഡിക്കും ഉണ്ടാവില്ല. നിങ്ങൾ CA ആയിക്കോട്ടെ, CP ആയിക്കോട്ടെ, ഏതെടുത്താലും, CMA ആയിക്കോട്ടെ. സോ നല്ലൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക വെബ്സൈറ്റാണ് നമുക്കുള്ളത്. യൂസേഴ്സ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, എല്ലാം നമുക്ക് വേണ്ടത് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ആയിക്കോട്ടെ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ എക്സാം ടീമിൻ്റെ ഗൈഡൻസ് പറയുന്നുണ്ട്. അതുപോലെ ഗെറ്റ് റെഡി മൊഡ്യൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഗെറ്റ് റെഡി മൊഡ്യൂൾസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾ SBRലേക്ക് വരുമ്പോൾ എന്തൊക്കെ ബേസിക് നോളജ് ഉണ്ട്,
ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് MCQs ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആൻഡ് അവസാനം നമ്മുടെ എക്സാം പാസ് റേറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പാസ് റേറ്റ് വരുന്നത് 48% ആണ്. ഓക്കെ, 51 ഉള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് റേറ്റ്സ് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇതാണ് ഗ്ലോബൽ പാസ് റേറ്റ് ആണ് കേട്ടോ, ഗ്ലോബൽ പാസ് റേറ്റ് ആണ്. ഓക്കെ അല്ലേ, സോ ദാറ്റ് മീൻസ് ഒരു 100 സ്റ്റുഡൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ 48 സ്റ്റുഡൻസേ പാസ്സാവുന്നുള്ളൂ. ആൻഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, ഒരിക്കലും 100% പാസ് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ പറയുന്ന പോലെ പ്രിപ്പയർ ചെയ്യണം. പല സ്റ്റുഡൻസും എന്ത് ചെയ്യില്ല, അതുപോലെ പ്രിപ്പയർ ചെയ്യില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർസെൻറ്റേജിൽ അവർ പെടാത്തത്. ക്ലിയർ ആണല്ലോ. സോ പാസ് റേറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ. ഓക്കെ, ആൻഡ് P ലെവലിൽ ഏറ്റവും കൂടുതൽ പാസ് റേറ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ള പേപ്പേഴ്സിലൊക്കെ പാസ് റേറ്റ്സ് കുറവാണ്. ഓക്കെ അല്ലേ. പിന്നെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ എന്തുകൊണ്ടാണ് ഈ പേപ്പർ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടിങ് കരിയറാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ജൂനിയർ അക്കൗണ്ടൻറ്റ്. ദെൻ നിങ്ങൾക്കൊരു കമ്പനിയുടെ ഫൈനാൻസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ഓക്കെ, അയാൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക CEO ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബോർഡിനായിരിക്കും. അപ്പോൾ അത്രയും ഹൈ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യാം. ഏതെങ്കിലും വലിയ കമ്പനീസ് എടുത്തിട്ട് അതിൻ്റെ CFO അല്ലെങ്കിൽ ഫൈനാൻസ് ഡയറക്ടർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവരെല്ലാം ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരായിരിക്കും. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ് നോക്കാം. അവർ ലിങ്ക്ഡിൻ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ കമ്പനിയിൽ എപ്പോഴാണ് അവർ ജോയിൻ ചെയ്തത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ പല വെബ്സൈറ്റുകളും കൃത്യമായിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നതാണ് അല്ലേ. ആരുടെയും ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ ആക്സസ് ചെയ്യുന്നതാണ്. ഈവൻ VPN ഓൺ ആക്കിയിട്ട് വരെ നമ്മൾ ആക്സസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടല്ലല്ലോ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നല്ലോ. ഓക്കെ, അതേപോലെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ HBR പേപ്പർ നമുക്ക് എന്തെങ്കിലും വേരിയൻറ്റ് ഉണ്ടോ? നമുക്ക് വേരിയൻറ്റ്സ് ഉണ്ട്. UK വേരിയൻ്റ് ഉണ്ട്, ഇൻ്റർനാഷണൽ വേരിയൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വേരിയൻ്റ് ഉണ്ട്. സോ നമ്മൾ ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം ബുക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ACC HBR എക്സാംസിൽ MCQs ഉണ്ടോ? ഇല്ല, MCQs ഇല്ല. 100 മാർക്സ് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ നമ്മുടെ എക്സാം റിസൾട്ട് എപ്പോഴാണ് വരിക, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. നിങ്ങൾ ഈ ജൂണിലേക്ക് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. നമ്മൾ ജൂണിന് എക്സാംസ് ബുക്ക് ചെയ്യേണ്ടപ്പോഴാണ് 16th ഏപ്രിലിനാണ് അല്ലേ. 16th ഏപ്രിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സാംസിന് ബുക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാംസ് ബുക്ക് ചെയ്യാനോ എക്സാംസ് ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ 16th വരെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, 16th വരെയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 16th കഴിഞ്ഞാൽ പിന്നെ എക്സാംസ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പല സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അവർ എന്ത് ചെയ്യും, വലിയ കാര്യമായിട്ട് എക്സാംസിന് ബുക്ക് ചെയ്യും. പക്ഷേ അവസാനത്തേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുക അവർ കൃത്യമായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, എക്സാംസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ എക്സാംസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഓൾറെഡി 16th ഏപ്രിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് എക്സാംസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ഓക്കെ അല്ലേ. ആൻഡ് എക്സാം റിസൾട്ട്സ് നമുക്ക് ഏകദേശം ജൂണിൽ എക്സാം കഴിഞ്ഞാൽ ജൂലൈ 16th 17th ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസൾട്ട്സ് കിട്ടും. ഓക്കെ അല്ലേ. ജൂണിൽ എക്സാം കഴിഞ്ഞാൽ ജൂലൈ 2nd വീക്കിൽ എന്ത് ചെയ്യും, എക്സാം റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ACCയുടെ ഭാഗത്ത് നിന്ന് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു പേപ്പറിൽ നമ്മൾ അക്കൗണ്ടിങ് ജോബ്സിന് അപ്ലൈ ചെയ്യുന്നവർക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഓഡിറ്റിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓഡിറ്റിംഗ് ആയിക്കോട്ടെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ ജോബിന് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന എന്തായിരിക്കും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് വളരെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ. ദെൻ പേപ്പർ കണക്ഷൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് HBR കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട പേപ്പർ ഏതാണ്, AAA ആണ്. ബിക്കോസ് AAA പാസ്സാവണമെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് നോളജ് മാത്രം പോരാ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, AA നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ അല്ലേ. പാസ് റേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അല്ലേ. ദെൻ നമുക്ക് സ്റ്റുഡൻസ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് നോക്കാം.
എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഫെയിൽ ആവുന്നത്? കാരണം ഇത്രയും റീസോഴ്സസും ഇത്രയും ഗൈഡൻസും ഒക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഫെയിൽ ആവുന്നത്? ഇറ്റ്സ് ബിക്കോസ് അവർ ചെയ്യുന്ന കുറച്ച് ശ്രദ്ധക്കുറവുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഇത്രയും ഒരു 7 ഇയേഴ്സ് എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, നമ്മൾ സ്റ്റുഡൻസിന് ഗൈഡൻസ് കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യില്ല. അല്ലെങ്കിൽ അവർ മോട്ടിവേഷനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് പറഞ്ഞല്ലോ, അവനോട് ഞാൻ പറഞ്ഞു, നിൻ്റെ പാരൻസ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതാണ്, അവനെ എനിക്കൊന്ന് ലോണൊക്കെ എടുത്ത് പഠിക്കുന്നത്, അവൻ്റെ ഫാദർ ഗൾഫിലാണ്, വലിയ സാലറി ഒന്നും ഇല്ല, അപ്പോൾ ഇത്രയും കഷ്ടപ്പാടിൽ അവനെ പഠിപ്പിക്കുകയാണ്, എന്നിട്ട് അവനക്ക് അതൊന്നും എന്ത് ചെയ്യില്ല, മോട്ടിവേഷനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അവനാണ് മൂത്ത പയ്യൻ വീട്ടിൽ, അപ്പോൾ അതൊന്നും അവൻ്റെ മോട്ടിവേഷനിലില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്ത്, നിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് നീ ACCA SBR ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിനക്ക് മെസ്സേജ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, പഠിക്കുന്നു. അപ്പോൾ ഒരു മോട്ടിവേഷൻ സെറ്റ് ചെയ്യുക, അതെന്ത് ചെയ്യുക, നിങ്ങൾ അത് അച്ചീവ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് വരുന്ന മിസ്റ്റേക്സ് ഇതൊക്കെയാണ്. എന്താ, ഒന്നാമത്തെ എന്താണ്, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്. കോൺസെപ്റ്റ്സ് അറിയില്ല, അത് വീക്കാണ്, കോൺസെപ്റ്റ്സ് വീക്കാണ്. ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്ന് നോക്കിയിട്ടുണ്ടാവും, പക്ഷെ എന്താണ്, കോൺസെപ്റ്റ്സ് വീക്കാണ്, മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യമാണ്, കോൺസെപ്റ്റ്സ് ഓക്കെ ആയിരിക്കും, പക്ഷെ എന്തുണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചാൽ പോരാ, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ പറ്റണം. നമ്മൾ ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 39 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ 25 ആയിരുന്നു, അത് തെറ്റിപ്പോയതാണ്. 39 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇതിൽ ഒരുപാട് ചെറിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കേട്ടോ, കൗണ്ട് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിൽ മെജോറിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണ്, വളരെ ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ചെറിയ സ്റ്റാൻഡേർഡ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ കൗണ്ട് നോക്കുകയാണെങ്കിൽ 39 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതിൽ വലിയ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ 10 12 അല്ലെങ്കിൽ 15 സ്റ്റാൻഡേർഡ്സ് ഇതിനകത്ത് വലിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ കിട്ടണം നമുക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി, ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പഠിക്കുക, എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോയിട്ട് പഠിക്കുക, എന്നിട്ട് ഇത് ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് വിട്ടേക്കൂ. ഞാൻ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ എക്സാമിന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഞാൻ എക്സാമിന് വിടുള്ളൂ. ഓക്കെ അല്ലേ? അതേപോലെ എക്സ്ട്രാ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും റെക്കോർഡ് ചെയ്ത് തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അത് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെറ്റാണ്. ഓക്കെ അല്ലേ? ദെൻ പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട് സ്റ്റുഡൻസ് എപ്പോഴും പറയാറുണ്ട്, എന്താണ് സാർ 3 hours and 50 minutes എനിക്ക് മതിയാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവർ ക്വസ്റ്റ്യൻസിലേക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യാൻ സമയം എടുക്കും, അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവില്ല. നിങ്ങൾ day 1 മുതലേ എന്ത് ചെയ്യണം, ലാപ്പ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും day 1 മുതൽ ഒരു ലാപ്പിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പേപ്പർ ബേസ്ഡ് എക്സാംസ് അല്ല, പേപ്പറിലല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സൽ ഫയലോ അല്ലെങ്കിൽ വേർഡ് ഫയലോ കൊടുക്കുക, അതിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. മാനുവൽ റൈറ്റിംഗ് വേണ്ട. എന്നാലേ ടൈപ്പിംഗ് സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യുള്ളൂ, കൂട്ടാൻ പറ്റുകയുള്ളൂ. ഓക്കെ, കൂടുകയുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ സ്റ്റുഡൻസ് പാസ്സാവുന്നതിൻ്റെ വേറൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഫെയിൽ ആവുന്ന വേറൊരു കാര്യമുണ്ട്. ഈസി മാർക്സ് ഉണ്ടാവും. ഒരിക്കലും എല്ലാ ക്വസ്റ്റ്യൻസും ഭയങ്കര ടഫ് ആയിരിക്കില്ല, അതിനകത്ത് ഈസി മാർക്സ് ഉണ്ടാവും. ഈ ഈസി മാർക്സ് ചിലപ്പോൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, 48, 47 അല്ലെങ്കിൽ 49 എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിൽ ആവുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യണം. കാരണം മിനിമം SBR പേപ്പറിന് 2 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടുന്നതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ ഫ്രണ്ടിന് ചിലപ്പോൾ നല്ല പേപ്പർ ആയിരിക്കും കിട്ടുക, നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് പേപ്പറാണ് കിട്ടുക. ആൻഡ് ഓൾസോ നിങ്ങൾ പഠിക്കാത്ത ചിലപ്പോൾ ടോപ്പിക്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത ടോപ്പിക്സ് കേട്ടോ. നിങ്ങൾ സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചില ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടോപ്പിക്സ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. കാരണം ACCA എക്സാമിനർക്ക് അറിയാം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് നല്ലപോലെ പഠിക്കും, ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുമെന്ന് അവർക്ക് അറിയാം. കാരണം അവർ ഒരുപാട് വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റുഡൻസിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം. അപ്പോൾ ഒരു ടോപ്പിക് എന്ത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട, എല്ലാം പഠിച്ചോണ്ടു. ക്ലിയർ ആണല്ലോ? അതുപോലെ വേറൊരു കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ പേപ്പറിൽ ഓൾമോസ്റ്റ് 30% ഓഫ് മാർക്സ് എന്തായിരിക്കും, ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 50 മാർക്സ് എന്തായിരിക്കും, ഒരു മിഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് 20% ആണ് എന്ത് ചെയ്യുക, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, നമ്മുടെ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ACCA എക്സാമിനർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, മാക്സിമം അവർ ഫസ്റ്റ് എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിരിക്കും.
എന്നിട്ട് എന്താ വെച്ചാൽ അതെന്തിനാ, ഒരു ട്രാപ്പാണ്. എന്താ, ഈസി ക്വസ്റ്റൻ ആകുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റുഡൻസ് ഒരുപാട് എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്വസ്റ്റൻ 1 ടെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് കൺസോൾട്ടേഷൻ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ഇപ്പോൾ കിട്ടും എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റൻ ഇങ്ങനെ ടൈം ഇങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇല്ല ടൈമൊക്കെ എന്ത് ചെയ്യും, അതിൽ കൊണ്ടുപോയിട്ട് കളയും. അല്ലേ, ഇപ്പോൾ കിട്ടും നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റോടെ പോയി. അപ്പോൾ ഈസി ക്വസ്റ്റൻ ആയിക്കോട്ടെ, എന്ത് ക്വസ്റ്റൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ടൈം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത റിക്വയർമെൻറ്റിലേക്ക് പോകണം. അങ്ങനെ എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അറ്റ്ലീസ്റ്റ് പാസ് മാർക്കെങ്കിലും കിട്ടുകയുള്ളൂ. അതുപോലെ ടൈം ഇല്ലാത്ത പ്രശ്നം വരും നമുക്ക്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണ്ട, അതിപ്പോൾ ചെയ്യാൻ നിൽക്കണ്ട, ഫസ്റ്റ് ചെയ്യണ്ട, അത് അവിടെ ഫ്ലാഗ് ചെയ്ത് വെക്കുക, ലാസ്റ്റ് ചെയ്താൽ മതി. ബിക്കോസ് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ടൈം പോവും, നിങ്ങളുടെ മോട്ടിവേഷൻ പോവും, നിങ്ങളുടെ ഒരു എന്ത് ചെയ്യും, നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോവും, യു വിൽ ബി ഗെറ്റിംഗ് ഡെസ്പായി പോവും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മിഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഈസി ക്വസ്റ്റ്യൻസ് എന്നും മിഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്, മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. ഹാർഡ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മാർക്സിന് എന്തുണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മേക്ക് സെൻസ്? അപ്പോൾ ഇനി എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? ഇനി എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, കോൺസെപ്റ്റ്സ് പഠിക്കുക. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, കോൺസെപ്റ്റ്സ് പഠിക്കുക. സോ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ട്രെയിനറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. എന്നിട്ടൊരു വേറൊരു കാര്യം കൂടെ, കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്നതെല്ലാം എന്ത് ചെയ്യുക, ആദ്യം പഠിച്ചു വെക്കുക, എന്നിട്ടൊരു നോട്ട് എഴുതി വെക്കുക. പഠിക്കുന്നതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക, ഒരു ടെക്സ്റ്റ് വേർഷൻ, അങ്ങനെ ഞാൻ പറയാം. നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഒരു ടെക്സ്റ്റ് വേർഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ടാക്കിയിട്ട് എഴുതി വെക്കണം. ബെറ്റർ അത് ഹാൻഡ് റിട്ടൺ അല്ല, ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഒരു വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് വെക്കുക. എല്ലാം, ഈവൻ എക്സാമ്പിൾസ് ആയിക്കോട്ടെ, നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന എക്സാമ്പിൾസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പോയിന്റ്സ് ആയിക്കോട്ടെ, ഇനീഷ്യൽ മെഷർമെൻറ്റ്, സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം, അതുപോലെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ട്രിക്കി കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത്തെ കാര്യം, നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും, അത് പഠിക്കും. പിന്നെ പല സ്റ്റുഡൻസിനും വരുന്ന പ്രശ്നമാണ്, പഠിച്ച കാര്യം മറക്കും. ഉറപ്പായിട്ട് മറക്കും. പല സ്റ്റുഡൻസ് അല്ല, എല്ലാ സ്റ്റുഡൻസും. മനുഷ്യനാണെങ്കിൽ നമ്മൾ മറക്കും. ഓക്കെ, ഈവൻ ഞാനാണെങ്കിൽ പോലും ചില സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്താലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, മറക്കാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യനാണെങ്കിൽ മറക്കണം, അതാണ് മനുഷ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റിവൈസ് ചെയ്യണം. ഒരു പ്രാവശ്യം പഠിച്ചാൽ മതിയാവില്ല, റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഈ നോട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ്, എളുപ്പമാണ്. ആ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുന്നതിൽ എന്ത് ചെയ്യുക, ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. കൺസിസ്റ്റൻസിയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് പോസിബിൾ അല്ല. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 2 to 3 months. സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 to 3 months എടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി എന്ത് വേണം. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, റിവിഷൻസ്, ദെൻ മോക്ക് എക്സാംസ് എഴുതണം, ആൻഡ് എക്സ്ട്രാ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ഹബ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഡൗട്ട് ഉണ്ടാവും, ദാറ്റ് ഈസ്, സർ എങ്ങനെയാണ് ഞാൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ല പ്ലാനർ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ജൂണിലാണ് നമ്മുടെ എക്സാം എന്ന് വിചാരിച്ചോ. സോറി, ജൂണിലാണ് നിങ്ങളുടെ എക്സാം. ക്ലിയർ? എന്താ ഇവിടെ? ഓക്കെ, ജൂണിലാണ് എക്സാം. ഓക്കെ, ജൂണിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മാർച്ച് ഏപ്രിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ് കേട്ട് കംപ്ലീറ്റ് ചെയ്യണം. ക്ലാസ് ടോപ്പിക്സ് പഠിക്കുക, ബേസിക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മറക്കും. പല സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, സാർ ഞാൻ പഠിച്ച കാര്യം മറന്നു. അത് മറക്കൂടാ, ആരായാലും മറക്കും. അപ്പോൾ വാട്ട് എവർ
എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും? തെറ്റിക്കും. ഇതൊക്കെ ഒരു സൈക്കിളാട്ടോ, ലേണിംഗ് സൈക്കിൾ, ലേണിംഗ് കർവ് എന്ന് പറയും. നമ്മൾ പഠിച്ച കാര്യം തന്നെ എന്ത് ചെയ്യും? തെറ്റിക്കും. ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് നമുക്ക് മനസ്സിലാവപ്പോഴാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസും ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ട് ചെയ്യണം. ഇത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. ബാക്കി ടൈം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അത് നിങ്ങളുടെ ടൈമാണ്. അത് എല്ലാ സമയവും ഇരുന്ന് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല, അത് വേറെ കാര്യം അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റിവൈഷൻ, ഇവിടെ റിവിഷൻ, ഫസ്റ്റ് റിവിഷൻ വരുന്നുണ്ട്. കാരണം പഠിച്ച കാര്യങ്ങൾ മറക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ടോപ്പിക്സ് എടുത്ത് നോക്കണം. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക? സഹായിക്കുക. അപ്പോൾ റിവിഷൻ 1 കഴിഞ്ഞ് എപ്പോഴാണ്? മാർച്ച് ആൻഡ് ഏപ്രിലാണ്. ദെൻ മെയ് മിഡ് ആകുമ്പോഴത്തേന് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ടോപ്പിക്സ് റിവൈസ് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യുക? എക്സാം സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എപ്പോൾ? മെയ് മിഡ് ആകുമ്പോൾ. ഇത് നമ്മുടെ ഫേസ് 2 ആണ്. നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഫേസ് 2 ആണ്. രണ്ടാമത്തെ ഫേസ് ആണ്, രണ്ടാമത്തെ ലെയറാണ്. ഇതൊന്നും ഒരിക്കലും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കാണിച്ചു, നിങ്ങൾക്ക് എന്തോ ഒരു അസുഖമുണ്ട്. അപ്പോൾ ഒരു 10 ദിവസത്തേക്കുള്ള മരുന്ന് അവർ എഴുതി തന്നു. ഓക്കെ, ആ 10 ദിവസം നമ്മൾ മരുന്ന് കുടിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? അത് മാറുള്ളൂ. വൈ? ഡോക്ടർ പറയാണ് നിങ്ങൾ 10 ദിവസം മരുന്ന് ഒറ്റയടിക്ക് കുടിച്ചോ. അപ്പം എന്ത് സംഭവിക്കും? അസുഖം മാറൂല, ആള് എന്ത് ചെയ്യും? തീർന്നോളൂ അല്ലേ. അപ്പോൾ അതാണ്, മരുന്ന് കുടിച്ചാൽ അസുഖം മാറും, പക്ഷേ അത് 10 ദിവസത്തിലായിട്ടാണ് കുടിക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് കുടിച്ചാൽ എന്ത് ചെയ്യും? ആള് തീർന്നു പോകും. അപ്പോൾ എല്ലാത്തിനും സമയമുണ്ട്, ഒരു ഫേസ് ഉണ്ട്. അതേപോലെ വേറെ കാര്യം, നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യാണ്. വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? റൂഫ് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ചുമര് സെറ്റ് ചെയ്യും. അങ്ങനെ 1 by 1. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ റൂഫ് സെറ്റ് ചെയ്തിട്ട് അത് ഉറക്കാനുള്ള സമയം വേണം. അതായത് എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് തീരുമോ? അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഫൗണ്ടേഷൻ ഉറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെയാണ് ഇവിടെയും. സോ ഫസ്റ്റ് ലെവലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ആണ് ലേണിംഗ് ഫേസ് എന്ന് പറയുന്നത്. എക്സാം റെഡി ആയോ? ഇല്ല, എക്സാമിന് നമ്മൾ റെഡി ആയിട്ടില്ല കേട്ടോ. എക്സാമിന് റെഡി ആയിട്ടില്ല. ഏകദേശം നമ്മൾ എക്സാംസിന് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ 30% റെഡി ആയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 40% റെഡി ആയിട്ടുള്ള എക്സാമിന്. ദാറ്റ് മീൻസ് നിങ്ങൾ 40% എക്സാംസിന് പാസ് ആവാനുള്ള സാധ്യത ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ രണ്ടാമത്തെ ഫേസ് ആണ് എന്ത് ചെയ്യുക? എക്സാം സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ വീണ്ടും എക്സാം സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ടോപ്പിക്സ് മറക്കും. വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ റിവൈസ് ചെയ്യുക. അപ്പോൾ റിവിഷൻ രണ്ടാമത്തോടെ നടന്നു, സെക്കൻഡ് റിവിഷൻ ഇവിടെ നടന്നു. ഇത് ചെയ്യുമ്പോഴാണ് ഏകദേശം ഒരു എന്ത് ചെയ്യുക? ഒരു 50% നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുക. 50 അല്ല, ഒരു 40. ക്ലിയർ ആണല്ലോ? ദെൻ തേർഡ് ഫേസ് ആണ് എന്ത് ചെയ്യുക? നമ്മൾ മെയ് 3rd വീക്കിൽ എന്ത് ചെയ്യണം? ഒരു വീക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മോക്ക് എക്സാംസ് എഴുതാം. മോക്ക് എക്സാംസ് എഴുതുമ്പോൾ വീണ്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തെറ്റിക്കും. വീണ്ടും പഠിച്ച കാര്യങ്ങളും തെറ്റിക്കും, അത് ഉറപ്പാണ്. തെറ്റിക്കണം. തെറ്റിച്ചിട്ടേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. തെറ്റിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാംസിന് മുമ്പ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ റിവിഷൻ മൂന്നാമത്തെ റിവിഷൻ നടന്നു. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും? ഏകദേശം ഇപ്പോൾ ഒരു 15% കവേർഡ് ആയി എന്ന് വിചാരിച്ചോ. എക്സാം റെഡിയായി. ഇനി ലാസ്റ്റ് വീക്കിൽ എന്ത് ചെയ്യണം? എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒന്ന് റിവ്യൂ ചെയ്യുക. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുക. ഓർമ്മയുണ്ടോ നോക്കുക, പഠിച്ചത് ഓർമ്മയുണ്ടോ നോക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചു, ഇപ്പോൾ രാവിലെ പഠിച്ചൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഉച്ചയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്. ഓർമ്മയുണ്ടെങ്കിലല്ലേ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ചില സ്റ്റുഡൻസിന് പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും? പെട്ടെന്ന് മറക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് ബ്ലെയിം ചെയ്തൊരു കാര്യമല്ല, നമ്മളത് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കാൻ അത്യാവശ്യം സമയം എടുക്കും. ഇപ്പോൾ ഒരാൾ 1 hour പഠിക്കുന്ന കാര്യം എനിക്ക് പഠിക്കാൻ ചിലപ്പോൾ ഒരു 1.5 hours എടുക്കും. അത് ഓരോരുത്തരുടെ ഒരു നേച്ചറാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ 1.5 hours എടുത്താലും നമ്മൾ എത്തുന്ന പോയിന്റ് എന്താണ്? സെയിം ആണ്. ഓക്കെ അല്ലേ? സോ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക, റിവ്യൂ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 4ാമത്തെ റിവിഷൻ നടന്നേ, പഠിച്ച ടോപ്പിക്സ് തന്നെ വീണ്ടും റിവൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മൾ ബാക്കി 5% കംപ്ലീറ്റ് ആവുക. എക്സാം പ്രിപ്പറേഷൻ 100% ആയി. നമ്മൾ അപ്പോഴാണ് എന്ത് ചെയ്യുക? എക്സാം റെഡി 100% ആവുക. ഇങ്ങനെയാണ് ശരിക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്.
പല സ്റ്റുഡൻസും ചെയ്യുന്ന എന്താണ്, നമ്മുടെ phase 1ഉം phase 2ഉം ഇത് രണ്ടോ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ലാസ്റ്റ് 1 മന്ത് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഇപ്പോൾ ജൂണിൽ എക്സാം ആണെങ്കിൽ മെയിലാണ് പല സ്റ്റുഡൻസും പ്രിപ്പയർ ചെയ്യുക. മെയ് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കിലോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഈ മിക്ക സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, phase 1ഉം phase 2ഉം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. phase 3ഉം phase 4ഉം അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് സംഭവിക്കും, എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മിക്ക സ്റ്റുഡൻസ് എന്ത് ചെയ്യും, 40s ഫെയിൽ ആവും. എന്നിട്ട് കരഞ്ഞിട്ട് മെസ്സേജ് അയക്കും, സാർ ഇതാണ് സംഭവിച്ചത്, ഞാൻ പഠിച്ചിരുന്നു പറയും. പക്ഷേ ആക്ച്വലി നോക്കുകയാണെങ്കിൽ അവർ phase 1ഉം phase 2 മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, phase 3ഉം phase 4ഉം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ക്ലെയിം ചെയ്യും, സാർ ഞാൻ പഠിച്ചിരുന്നു. പക്ഷേ ഇതാണ് ആക്ച്വലി നമ്മുടെ ACC ആയിക്കോട്ടെ, BPP ആയിക്കോട്ടെ, കെപ്ലാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിക്കോട്ടെ, ഇവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ്, ഒരു സിസ്റ്റം ഇങ്ങനെയാണ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ 4 ഫേസിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, പഠിച്ച കാര്യം സെറ്റ് ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഫോളോ ചെയ്യുക. കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ആലോചിക്കുക, നമ്മുടെ ടൈം നമുക്ക് ഇപ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ പേ ചെയ്യുന്ന ഫീസ് വളരെ വലിയൊരു ഫീസാണ്. ഈവൻ നമ്മുടെ പാരൻസിൻ്റെ പല കേസസും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസോ, അവരുടെ പല ആവശ്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമുക്ക് പൈസ തരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ആ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കാണിക്കണം. ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാം, നമുക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ? സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ഒരു ജസ്റ്റ് കുറച്ച് കാലത്തേക്കുള്ള ഒരു എഫേർട്ട് ആണല്ലോ, പിന്നെ കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? സോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് SBR പേപ്പർ, SBR എന്ന് മാത്രമല്ല ഏത് പേപ്പർ ആണെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ വിഷ് യു ഗുഡ് ലക്ക്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഐ വിഷ് യു ഗുഡ് ലക്ക് വിത്ത് യുവർ പ്രിപ്പറേഷൻസ്, യുവർ കരിയർ, യുവർ ലൈഫ്, എക്സെട്ര. ഓക്കെ, സീ യു ഗൈസ്, ബൈ ബൈ.